അപ്പോ നമസ്കാരം. നമ്മള് ഒരു SBS അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞ് ഇപ്പൊ നമ്മളൊരു ബേസിക് ഒരു ഓർഡർ ചെയ്യുന്നുണ്ടാവും, നമ്മളൊരു സപ്ലൈ ചെയ്യുന്നുണ്ടാവും, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇല്ല. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ വെക്കുമെന്നില്ല ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കാൻ തയ്യാറാവുക അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത്. നമ്മൾ കിട്ടുന്ന ഓരോ അറിവുകളും നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്ന അപ്ഡേഷൻസ്, വീഡിയോസ് അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ നിങ്ങൾ നിരന്തരമായി ഫോളോ ചെയ്യുക. കമ്പനിയുടെ അക്കൗണ്ടുകൾ, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. അതിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇപ്പോ നിങ്ങൾക്കൊരു മാർക്കറ്റിംഗിന്റെ ആളുടെ സപ്പോർട്ടായി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ കുറച്ച് ഷോപ്പുകളിൽ കയറിയിട്ടുണ്ടാവും, അങ്ങനെ കുറച്ച് ഓർഡർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ കൂടെ നിന്ന് നമ്മൾ ആ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിലൊക്കെ പോയി സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ അടുത്ത ഷോപ്പുകളിൽ സംസാരിക്കാൻ നമ്മൾ തയ്യാറാവുക. നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 5 ഷോപ്പുകൾ ദിവസം സംസാരിക്കാൻ, അത് കണ്ടിന്യൂസ് ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, പുതുതായിട്ട് നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷോപ്പുകളല്ലാതെ പുതിയ നിലവിൽ നമ്മുടെ അടുത്തുനിന്ന് ഉൽപ്പന്നങ്ങൾ എടുക്കാത്ത പുതിയൊരു 5 ഷോപ്പുകൾ എല്ലാ ദിവസവും ഞാൻ സംസാരിക്കുമെന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 5 ഷോപ്പ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു മാസത്തിൽ 150ഓളം പുതിയ ഷോപ്പുകൾ സംസാരിക്കും. നിർബന്ധമായിട്ടും ഒരു കാൽക്കുലേഷൻ മനസ്സിലാക്കുക. 150 ഷോപ്പിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് 150 ഷോപ്പുകളിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും 15 പുതിയ ഷോപ്പുകൾ നിങ്ങൾക്ക് സെയിൽ ക്രോസ് ആയിട്ടുണ്ടാവും. കാരണം 10:1 ആണ് റേഷ്യോ. 10 ഷോപ്പുകൾ സംസാരിക്കുമ്പോൾ ഒരു ഷോപ്പ്. അപ്പോ നിങ്ങൾ 150 ഷോപ്പുകൾ സംസാരിക്കുമ്പോൾ 15 ഷോപ്പുകൾ പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ സെയിൽസിന് ഗ്രോത്തിലേക്ക് ഉണ്ടാവും പറ്റും. ഇങ്ങനെ ഒരു 2-3 മാസം പ്ലാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 10-50ഓളം ഷോപ്പുകൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ നിങ്ങളുടെ ടാർഗറ്റിലേക്ക് പെട്ടെന്ന് എത്താനും സാധിക്കും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മളുമായിട്ട് ഫസ്റ്റ് നിങ്ങൾ സംസാരിച്ച സമയത്ത് 100 ബോക്സ് 1200 ലിറ്റർ പെർ ഡേ ചെയ്യുന്ന രൂപത്തിലേക്ക് ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ എയിം അതാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ വ്യക്തമായിട്ട് 150 ഷോപ്പുകൾ, 8 ലിറ്റർ എടുക്കുന്ന 150 ഷോപ്പുകൾ, ആ ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ അത് ഒരു 3-4 മാസം കൊണ്ട്, ഒരു 1 ഇയർ കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്നൊരു 3-4-5 മാസം കൊണ്ട് നമുക്കൊരു ടാർഗറ്റിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലാൻ ചെയ്തത് ഒരു 1.5 ലക്ഷം രൂപ എല്ലാ ചെലവും കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രാഞ്ചൈസിന്ന് ലാഭം കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് നമ്മൾ പണിയെടുക്കേണ്ടി വരും. പക്ഷെ കമ്പനി പറയുന്ന രൂപത്തിൽ 5 ഷോപ്പ് ഞാൻ സംസാരിക്കും, 150 ഷോപ്പുകളിൽ ഒരു മാസം സംസാരിക്കും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മാസം ആ ഒരു കണ്ടിന്യൂസിറ്റി നിലനിർത്തും എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ സക്സസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. 150 ഷോപ്പ് ഒരു മാസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ 15 ഷോപ്പേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ബാക്കി 135 ഷോപ്പും നമ്മുടെ നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഷോപ്പുകളാണ്. അപ്പൊ അടുത്ത മാസങ്ങളിൽ അത് വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ സെയിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 ഷോപ്പിൽ ഞാൻ നിർബന്ധമായിട്ടും സംസാരിക്കാൻ തയ്യാറാണ് എന്നതിന്റെ ഒരു ഉറച്ച തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുത്താൽ നമ്മുടെ പ്രതിസന്ധികൾ തീർക്കാവുന്നതാണ്. ഒരിക്കലും നിലവിലുള്ള ഒരു 20 ബോക്സോ 30 ബോക്സോ 40 ബോക്സോ അതിൽ നിലനിന്നുകൊണ്ട് ബിസിനസ് മുന്നോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പുതിയതിനെ കുറിച്ച് ചിന്തിക്കണം. നമുക്ക് വലിയ ഒരു ഏരിയ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഏരിയയിലെ ഓരോ ഷോപ്പുകൾ, നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഓഫീസിന്റെ 7 കിലോമീറ്റർ ചുറ്റളവില് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഷോപ്പും നിങ്ങളുടേതായിട്ട് മാറുന്നുണ്ട്. അപ്പോ അതിലെ ഒരു ഷോപ്പ് ഓർഡർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു ഷോപ്പായിരിക്കും നിങ്ങളെ അറിയാത്തതായിട്ട്, നമ്മളെ അറിയാത്തതായിട്ട് ഉണ്ടാവരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ബിസിനസിന്റെ ഗ്രോത്തിലേക്ക് എത്തുക. അതിനു വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പരിശ്രമിക്കുക. നെക്സ്റ്റ് ഡേ മുതൽ, നാളേക്ക് അടുത്ത ആഴ്ച തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം, അടുത്ത വർഷം തുടങ്ങാം എന്ന് പ്ലാൻ ചെയ്ത് മാറ്റി വെക്കാതെ നാളെ തന്നെ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് 5 ഷോപ്പുകളിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മാത്രമല്ല നമ്മുടെ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ആ ഗൂഗിൾ ഫോമില്
നിങ്ങൾ ആ ഡാറ്റ അടിച്ചു കൊടുക്കുക, നിങ്ങൾ സംസാരിക്കുന്ന ഷോപ്പിന്റെ ഡാറ്റ അടിച്ചു കൊടുക്കുക. ഓർഡർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ആ ഷോപ്പിന്റെ ഡാറ്റ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിങ്ങൾ സംസാരിച്ച കടയുടെ ഫുൾ ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് റീവാലുവേറ്റ് ചെയ്തിട്ട് വീണ്ടും ബിസിനസിന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. എങ്ങനെ ആ ഗൂഗിൾ ഫോമില് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമ്പനിയോട് ചോദിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി, നല്ല പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക.